പി ശശിക്കെതിരെ പാർട്ടിക്കകത്ത് നിന്നുണ്ടാകുന്ന നീക്കം എന്ന നിലയിൽ ഈ പ്രശ്നത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഈ ചർച്ചയിൽ ശ്രീ എൻ ശ്രീകുമാർ. താങ്കൾ യോജിക്കുന്നുണ്ടോ? ശ്രീകുമാർ പറഞ്ഞു, നേരത്തെ റെജി റൂക്കോസ് പറഞ്ഞത് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യമന്ത്രിക്കെതിരെയായിട്ടുള്ള നീക്കമാണെന്നാണ് പറയുന്നത്. ശ്രീകുമാർ പറയുന്നത് മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും ചേർന്നിട്ട് ഈ പി ശശി ഒതുക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളതാണ്. ഒരിക്കൽ പോലും ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം പി ശശി പാർട്ടിയിൽ അങ്ങനെ ഒരു വലിയ ശക്തിയുള്ള ആളല്ല. പി ശശിയുടെ ആകെയുള്ള ശക്തി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ശക്തിയായിരുന്നു. മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് നേരത്തെ ആരോപണങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹം പാർട്ടിയിൽ തരം താഴ്ത്തപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയൊക്കെ ചെയ്ത ഘട്ടം ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം പിന്നീട് തിരിച്ചു കയറാനുള്ള ഏണിപ്പടിയായിട്ടുള്ളത് മുഖ്യമന്ത്രിയായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രി തൻ്റെ രാഷ്ട്രീയ ഉപദേശകനാകേണ്ട ആൾ, പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ആളെ ഒതുക്കാൻ വേണ്ടിയിട്ട് വേറൊരു MLA സഹായം തേടി എന്നൊക്കെ പറയുമ്പോൾ അത് ശ്രീകുമാറിനെ അറിയാത്തതുകൊണ്ടൊന്നുമില്ല. ശ്രീകുമാർ അത് പല കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു പോവുകയാണ്. കാരണം അത് തീർത്ത് നമുക്ക് യുക്തിക്ക് യോജിക്കാത്ത ഒന്നാണ്. വി ഡി സതീശൻ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ വിശ്വസിക്കാം. കാരണം ആഭ്യന്തര വകുപ്പ് പോലീസുകാർക്കെതിരെ പറയുമ്പോൾ, പി ശശിക്കെതിരെ പറയുമ്പോൾ മൊത്തമായിട്ട് അത് ആഭ്യന്തര വകുപ്പിനെതിരായിട്ട് രംഗത്ത് വരും. അത് മുഖ്യമന്ത്രിക്ക് ദോഷമായിട്ട് മാറും. ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ ബ്രാഞ്ച് മുതൽ തുടങ്ങിയിട്ട് വരാൻ പോകുന്ന സമ്മേളനങ്ങൾ വലിയ ചർച്ചയായിട്ട് മാറും. ഇതൊക്കെ വേണമെങ്കിൽ ആ രീതിയിൽ പോലും ഒരു യുക്തിയുണ്ട്. ഇത് ശ്രീകുമാർ പറഞ്ഞാൽ ഒരു തരത്തിലുള്ള യുക്തിയും ഇല്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, ഇവിടെ അൻവർ പ്രശ്നം ഉന്നയിച്ചിരിക്കുന്നു. അൻവർ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞിട്ടില്ല, അൻവർ പി ശശിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ അൻവറിൻ്റെ മാത്രം താല്പര്യത്തിലായിരിക്കും, അല്ലെങ്കിൽ അൻവർ മറ്റാരുടെയൊക്കെങ്കിലും താല്പര്യത്തിലൊക്കെ ആയിരിക്കും ശശിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പോലീസുകാരുടെ ഒരു തെറ്റായ കൂട്ടുകെട്ടിന് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിന് പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് ആരോപണം. തീർച്ചയായിട്ടും അതൊരു വലിയ ആരോപണം തന്നെയാണ്. ഈ ആരോപണം ഉന്നയിക്കുന്ന അൻവർ പലതവണ പറഞ്ഞ കാര്യം ഇതൊന്നും മുഖ്യമന്ത്രി അറിയുന്നില്ല എന്നുള്ളതാണ്. അത് ആ വാക്ക് അദ്ദേഹം ഒഴിവാക്കിയിട്ടാണ് പറഞ്ഞിരുന്നതെങ്കിൽ നമുക്കറിയാം മുഖ്യമന്ത്രിയിലേക്കുള്ളൊരു നീക്കമാണ്. പക്ഷേ പി ശശിയുടെ അടുത്ത് പറഞ്ഞിട്ടും, ഞാൻ നേരിട്ട് ഇക്കാര്യം അജിത് കുമാറിനെതിരെയും സുജിദാസിനെതിരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ശശിയുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കവും ഉണ്ടായില്ല. അതിനെക്കുറിച്ച് പരിഗണിക്കാമെന്ന് പോലും പറഞ്ഞില്ല. ഇക്കാര്യം മുഖ്യമന്ത്രി അറിയിച്ചില്ല. ഒരു MLA പറയുമ്പോൾ അതിൻ്റെ ഗൗരവം കൊടുത്തില്ല എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നീട് ഉന്നയിക്കുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ സുജിദാസിനെതിരെ ഒതുക്കാൻ വേണ്ടിയിട്ട് അൻവർ നടക്കണമെന്നില്ല. കാരണം അൻവറിൻ്റെ അടുത്ത് അങ്ങോട്ടേക്ക് ഞാൻ എക്കാലത്തും DGP ആയാൽ പോലും താങ്കളുടെ പാദസേവകനായിട്ട് നിന്നുകൊള്ളാം എന്ന് ഫോണിൽ വിളിച്ച് പറയുന്ന ഒരാൾക്കെതിരെ പറയേണ്ടല്ലോ. പക്ഷേ ആ സുജിദാസിൻ്റെ ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അജിത് കുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് കടുത്ത വിരോധമുള്ള, അദ്ദേഹത്തിന് കടുത്ത എതിർപ്പുള്ള ആളെ എക്സ്പോസ് ചെയ്യണം. അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ശശിയാണ്. വെറും അജിത് കുമാർ എന്ന് പറയുന്ന ഒരു ADGPയുടെ മാത്രം കാര്യമല്ല, ഇത് ശശിയുടെ സംരക്ഷണ കൂടിയുണ്ട് എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തണം. അതുകൊണ്ടാണ് അത് തടയാനുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ പാർട്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു ഭയം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്ക അൻവറിനുണ്ടായിരുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു. പല സ്ഥലങ്ങളിൽ നിന്നും വിളിച്ചു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു, പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് വിളിച്ചു, പക്ഷേ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ഇത് പല കാര്യങ്ങൾ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ ഈ വലിയ പരിക്ക് പാർട്ടിക്ക് ഉണ്ടാവാതിരിക്കാൻ, സർക്കാരിനെതിരെ ഉണ്ടാവാതിരിക്കാനൊക്കെ തൽക്കാലം മൂടി വയ്ക്കുന്ന രീതി ഉണ്ടാകും. പൊതുവേ ഇത് ഏത് രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു പോലും പാടില്ല. ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് പാർട്ടിയിലോ അല്ലെങ്കിൽ സർക്കാരിലോ നിൽക്കുന്ന ഒന്നായിട്ട് മാറില്ല. നമ്മളതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം പോലും ചർച്ചയിൽ പറഞ്ഞതാണ്. ഇവിടെ കസ്റ്റംസ് ഇപ്പോൾ ഈ സുജിദാസ് നടത്തിയിട്ടുള്ള ഈ സ്വർണ്ണവേട്ടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഉന്നതയായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ടീമിനെ നിശ്ചയിച്ചു. ഇവിടെ ഇപ്പോൾ തന്നെ വിജിലൻസ് പരാതികൾ വന്നിട്ടുണ്ട്. അത്തരം അത് സംബന്ധിച്ച് വിജിലൻസിന് കേസ് എടുത്തില്ലെങ്കിൽ പോലും ആളുകൾക്ക് കോടതിയിൽ പോകാം. ഇത് തുറന്നിട്ട വാതിലായിട്ട് മാറിയിട്ടുണ്ട്. അത് അൻവർ ചെയ്ത് നല്ല കാര്യമാണ്. CPM പോലും സത്യത്തിൽ തെറ്റ് തിരുത്തൽ എന്ന് പറയുന്നത് ഒരു ആലങ്കാരികമായിട്ട് വാക്കല്ല എങ്കിൽ, ഇവിടെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ തിരുത്താനുള്ളൊരു അവസരം അത് ബ്രാഞ്ചിൽ തൊട്ട് തന്നെ തുടങ്ങണം. ബ്രാഞ്ചിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള ചർച്ചകളിലൂടെയാണ് അത് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്കും
മറ്റും വരുന്നത്. ഇപ്പോൾ സംസ്ഥാന സമ്മേളനം വരുമ്പോൾ അവിടെ വരുന്ന പാർട്ടി കോൺഗ്രസിൽ പോലും ചർച്ച ചെയ്യേണ്ട കാര്യമാണ്.